ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഉന്നക്കായ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ഉന്നക്കായ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സും അതുപോലെ കോട്ടിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയെങ്കിൽ മാത്രമാണ് ശരിക്കുള്ളൊരു ഉന്നക്കായയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ തിക്നെസ് എത്ര കുറവാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് വീഡിയോ കണ്ടാലോ. അപ്പോൾ അതിനാദ്യം പഴം വാങ്ങിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒത്ത പഴുപ്പിലുള്ള പഴം വാങ്ങണം. കുറച്ച് പച്ച കളറോട് കൂടിയുള്ള പഴമാണ് ഉന്നക്കായ്ക്ക് വേണ്ടത്. അധികം പഴുത്ത പഴം ഉന്നക്കായ്ക്ക് ശരിയാവില്ല. അപ്പം ഇതുപോലെയുള്ള പഴം നോക്കിയിട്ട് വാങ്ങിക്കുക. ഒട്ടും പഴുപ്പ് കുറവും പാടില്ല, കൂടുതലും പാടില്ല, മീഡിയം സൈസിലുള്ളത്. ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേവിൽ വേണം ഉന്നക്കായുടെ പഴം കിട്ടാൻ വേണ്ടിയിട്ട്. കൂടുതൽ വെന്ത് പോവാൻ പാടില്ല. ഒത്ത വേവിൽ നമ്മൾ ഉന്നക്കായുടെ പഴം പുഴുങ്ങിയെടുക്കേണ്ടതുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ക്വാണ്ടിറ്റി കൂടാൻ പാടില്ല. അപ്പോൾ ഇത് ഈ ഒരളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച പോലെ ആയിട്ടുണ്ട്. ഇതൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അതേപോലെ ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കാം. രണ്ടാമത് ചെയ്തപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കുറച്ചായിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉന്നക്കായ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പഴം അരക്കുമ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ലൂസായി പോകും. പിന്നെ നമ്മൾ ഇത് ടൈറ്റാക്കാൻ പൊടിയൊക്കെ ചേർക്കും. പക്ഷെ പൊടിയൊക്കെ ചേർത്താൽ ഉന്നക്കായുടെ ടേസ്റ്റ് മാറും, അതിൻ്റെ സോഫ്റ്റ്നെസ്സും മാറും. ഇനി ഇതിലേക്ക് വേണ്ട പണ്ടം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. പണ്ടം മീൻസ് ഫില്ലിങ്സിന് പറയുന്ന പേരാണ് പണ്ടം എന്നുള്ളത്, ഞങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് നെയ്യ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് കാഷ്യൂവും കുറച്ച് കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊന്നും വറുത്തെടുക്കരുത്, അത് ടേസ്റ്റിനെ ബാധിക്കും. ഗീയിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ ബാക്കിയുള്ള ഗീയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തേങ്ങ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഫില്ലിങ്സിന് ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തേങ്ങ വറുക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ ഫില്ലിങ്സിൻ്റെ ടേസ്റ്റൊക്കെ കുറയും. അപ്പോൾ നിങ്ങൾ ഗീയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഇത് ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ്. കോക്കനട്ട് മാത്രം വെച്ചും ചെയ്യും, മുട്ട മാത്രം വെച്ചിട്ടും ചെയ്യും. പക്ഷേ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ നട്ട്സ് ഒന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിന് കുറച്ച് വെള്ളം കയ്യിലേക്കൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ഇത് ഫസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉന്നക്കായി ഒട്ടും തയ്യാറാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ ഇതിൻ്റെ കട്ടി ഒരിക്കലും കുറയാനും പാടില്ല, കൂടാനും പാടില്ല. കൂടിക്കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ പഴം മാത്രം കഴിക്കുന്ന ഒരു ഫീലായിരിക്കും. കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലിങ്സ് പുറത്തേക്ക് വന്നിട്ട് എണ്ണയിലേക്ക് കയറും. അപ്പോൾ ഒത്ത കട്ടിക്ക് വേണം ഇതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഫില്ലിങ്സ് വെക്കുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന പോലെ വെക്കുക. കുറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ടേസ്റ്റ് കുറയും, പഴം കഴിക്കുന്ന ഫീലായിരിക്കും. അപ്പോൾ ഫില്ലിങ്സ് മാക്സിമം വെക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ മൗത്തൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നട്ട്സ് കട്ട് ചെയ്ത് ചേർത്തതിൻ്റെ ഒരു ഗുണം ഈ ഒരു ടൈമിലാണ് മനസ്സിലാവുക. നല്ല സെറ്റായിട്ട് കിട്ടും, ചെറിയ പീസാക്കി ഇട്ടതുകൊണ്ട്. ഇതുപോലെ എല്ലാ വശവും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് പിടിക്കുക. ഉന്നക്കായുടെ രൂപത്തിലൊന്ന് ഷേപ്പ് പിടിക്കണം. അപ്പോൾ കയ്യിൽ പറ്റിപ്പിടിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളം തടവി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് ഷേപ്പിലാക്കി കൊടുക്കണം. ഉന്നക്കായുടെ ഷേപ്പിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ഫില്ലിങ്സ് ഒട്ടും പുറത്ത് വരാത്ത രീതിയിൽ മെല്ലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ഉരുട്ടി ഷേപ്പിലാക്കി എടുക്കുക. ഇതുപോലെയാണ് ഉന്നക്കായി ഉരുട്ടിയെടുക്കേണ്ടത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ നല്ല ഷേപ്പിൽ തന്നെ എടുക്കണം, അപ്പോഴാണ് കാണാനും ഭംഗിയുണ്ടാവുക. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഡയറക്റ്റ് ഇടുമ്പോൾ ചിലപ്പം എണ്ണ തുളുമ്പി പോകും, മാത്രമല്ല ഇത് പറ്റിപ്പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്പൂണിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ പതിയെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് വെക്കണം. ഒരു 3 സെക്കൻഡ് ഒന്നായതിന് ശേഷം വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ വശവും ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 തവി വെച്ചിട്ട് നിങ്ങൾക്ക് പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ടച്ച് ചെയ്യാതെ സൈഡ് നോക്കിയിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. സെൻറ്ററിലൊക്കെ ടച്ച് ചെയ്താൽ അപ്പോൾ തന്നെ ഫില്ലിങ്സ് പുറത്തേക്ക് വരും. അപ്പോൾ ഉന്നക്കായി ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. വളരെ പതിയെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതും പുറം കരിയാതെ ഉള്ളൊക്കെ കുക്കായി കിട്ടണം. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പുറം പെട്ടെന്ന് കരിയും, ഉള്ളിൽ കുക്കാവാതെ വരികയും ചെയ്യും. ഉന്നക്കായി ഒട്ടും തയ്യാറാക്കാൻ അറിയാത്തവർക്കാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്.
ഇതുപോലെ ഓരോ വശവും തിരിച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 സെക്കൻഡ് കൂടുമ്പോഴും ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 3 വശവും കുക്ക് ചെയ്തെടുക്കണം. പൊട്ടിപ്പോകാതെ വളരെ കെയർ ചെയ്തിട്ട് വേണം ഉന്നക്കായി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഫസ്റ്റിൽ പറഞ്ഞ നല്ല ക്ഷമ വേണമെന്ന്. ഞാൻ ഈ വീഡിയോ സ്പീഡൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എത്ര ടൈം കുക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡ് കൂട്ടാതിരുന്നത്. കാരണം ഇത്രയും ടൈം കുക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഉൾവശം വേവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് അടിക്കാതിരുന്നത്. അപ്പോൾ ഇത് 3 വശം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ എണ്ണ കുടിക്കൂല. നമ്മളത് കോരിയെടുക്കുമ്പോൾ സിമ്മിൽ വേവിച്ചതുകൊണ്ട് ഇനി ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്കതിൽ നിന്ന് വാങ്ങി വെക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഉന്നക്കായി ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒട്ടും തന്നെ പുറം കരിയാതെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ കളറാണ് ഉന്നക്കായുടെ റിയൽ കളറ്. അപ്പോൾ ഉന്നക്കായ ഇനി തയ്യാറാക്കാൻ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നിങ്ങളെ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കണം. നിങ്ങൾ ഇതുപോലെയാണോ തയ്യാറാക്കുന്നത്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.